എന്തെങ്കിലും തെറ്റിദ്ധരിച്ചാല എന്നെ അവർ ഞാൻ ജനങ്ങളെ മുമ്പിൽ ഒന്ന് മോശപ്പെട്ടവനായാല ആ തക്കുവല്ലട്ടെ ഈ തക്കുവ. അപ്പം അത് മനസ്സിലാക്കാം. അപ്പോൾ ഈ അറിവെന്ന് പറയുന്ന വിഷയം അറിവ് കേട്ടത് കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് അറിവ് പറയുന്നത് കൊണ്ടോ അല്ല കാര്യം. ഇത് കേട്ടത് കൊണ്ട് ചിന്തിക്കുക, ഈ പറയുന്ന ഞാനും ചിന്തിക്കുക, എന്നിട്ട് ചിന്തിച്ചുകൊണ്ട് ജീവിതത്തിൽ ഇത് ഉൾക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. അപ്പാണ് ഇത് ഉപകരിക്കുക. ഈ പറയുന്ന ഞാനും അതാണ് ചെയ്യേണ്ടത്, കേൾക്കുന്നത് നിങ്ങളാണ് ചെയ്യേണ്ടത്. മാറ്റങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് ഉള്ളതിനേക്കാളും ഒറ്റ മാറ്റങ്ങൾ കൂടണം. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുക നാളെ, അതായത് നാളെ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നാളത്തെ അവസ്ഥ അള്ളാഹുമായിട്ട് എങ്ങനെ, അതായത് കുറവുണ്ടോ കൂടിയിട്ടുണ്ടോ, ഇതിങ്ങനെ നമ്മളിങ്ങനെ ഇതിലൊരു ചിന്താവിസ്മയ ശ്യാമളയാണ്. അതായത് ഇതിലൊരു ചിന്തയായിക്കൊണ്ട് ഇതിൻ്റെ ഒരു ചിന്തയിൽ മുഴുകിക്കൊണ്ടായിരിക്കണം നമ്മളെ ജീവിതം. നമ്മളെ ഫിക്കർ ഒരുപാട് ദുനിയാവുണ്ടാക്കുക, പൈസ ഉണ്ടാക്കുക, ഇത് വേണ്ട. ഞാൻ ഇപ്പോൾ ആസാമിൽ ജോലിയുടെ ആവശ്യത്തിനായിട്ട് വന്നിട്ടുള്ളത് ഒരു ഉദാഹരണം വരെയാണ്. ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ജോലി ചെയ്യൽ മാത്രമല്ല എൻ്റെ ലക്ഷ്യം. ഈ ജോലി ചെയ്യുമ്പം എൻ്റെ ലക്ഷ്യം എന്താണ്? ഞാൻ അള്ളാഹുമായിട്ടുള്ള ആ ഒരു വിഷയത്തിൽ ഈ ജോലിയിൽ ഞാൻ എന്തെങ്കിലും പിഴവ് വരുന്നുണ്ടോ, ഞാൻ ജോലിയിൽ എൻ്റെ വിഷയങ്ങളിൽ അള്ളാഹ്ക്ക് തൃപ്തിപ്പെടും. അപ്പോൾ ഇത് ജോലിയിൽ എനിക്ക് അള്ളാഹിനെ സൂക്ഷിക്കാനുണ്ട്. എന്നൊരാളിവിടെ ഏൽപ്പിച്ചതാണ്. അപ്പോൾ അവർക്ക് ഞാൻ ചെയ്യുന്ന ജോലിയിൽ എന്തെങ്കിലും തകരാറ് വരുമോ? അപ്പോൾ ഇവിടെ എനിക്ക് എന്താണ് അള്ളാഹിനെ സൂക്ഷിക്കാനുണ്ട്. അപ്പം ഞാനിവിടെ ജോലി ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരുപാട് സമ്പാദ്യം ഉണ്ടാവണമെന്ന് മാത്രമല്ല ചിന്ത വേണ്ടത്. ഞാൻ ചെയ്യുന്ന ജോലി കൊണ്ട് എനിക്കും അവർക്കും ഒരുപോലെ ഗുണം ഉണ്ടാവണം. അപ്പാണ് ഹൈറുണ്ടാവുക. അപ്പോൾ ഇതിനർത്ഥം ജോലി ചെയ്യണ്ടാനല്ല, പൈസ ഉണ്ടാക്കേണ്ടനല്ല. ഈ വിഷയത്തിലൊക്കെ നമുക്കൊരു ചിന്തയുണ്ട്, അള്ളാഹിനെക്കുറിച്ച് ചിന്തിക്കാനുണ്ട്. വല്ല തൗഫീഖായിട്ട് പറയാൻ എളുപ്പമാണ്. ഞാൻ പറയില്ല, എനിക്ക് പറയാൻ എളുപ്പമാണ്, കേൾക്കുന്ന ആൾക്കും എളുപ്പമാണ്. ഇത് ജീവിതത്തിൽ കറക്റ്റ് പിടിച്ച് ജീവിക്കാൻ അള്ളാഹിൻ്റെ തൗഫീഖിന് നമ്മൾ കരഞ്ഞ് ദുആ ചെയ്ത് അത് അള്ളാഹിനോട് ചോദിച്ച് വാങ്ങണം. അതിന് ഒരു വലിയൻ്റെ ബന്ധം വേണം. ഔലിയാക്കന്മാരെ ബന്ധമുണ്ടെങ്കിലേ, ഒരു കാമിലായ ഒരു മുർഷിദിൻ്റെ ബന്ധമുണ്ടെങ്കിലേ, അവരെ ദുആ ഉണ്ടെങ്കിലേ, അവരെ ഒരു നോട്ടം, അവരെ ദുആ ഉണ്ടെങ്കിലേ, അവരെ നോട്ടമാണ് ദുആ.